സാധാരണ എല്ലാ ബർത്ത്ഡേക്കും സർപ്രൈസസ് പൊട്ടിക്കും. എൻ്റെ കേക്ക് അവിടെ, എൻ്റെ ഡ്രസ്സ് എവിടെയെന്ന് ചോദിച്ചു വരും. അതുകൊണ്ട് ഇന്നും അങ്ങനെയാണ് മിക്ക എല്ലാ ബർത്ത്ഡേക്കും. കാർ സീറ്റിൻ്റെ ആവശ്യം ഇല്ല, പക്ഷേ ബക്കിൾ ചെയ്തിരുത്തണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. KFC ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ വ്ളോഗിൽ നമ്മൾ പോയ ഷോപ്പിങ്, പ്രിപ്പറേഷൻസ്, ബർത്ത്ഡേയുടെ അന്ന്, പിന്നെ റിയാക്ഷൻ, ഇതൊക്കെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ, ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ടാവുമായിരിക്കും. സാധാരണ എല്ലാ ബർത്ത്ഡേക്കും സർപ്രൈസസ് പൊട്ടിക്കും. എൻ്റെ കേക്ക് അവിടെ, എൻ്റെ ഡ്രസ്സ് എവിടെയെന്ന് ചോദിച്ചു വരും. അതുകൊണ്ട് ഇന്നും അങ്ങനെയാണ് മിക്ക എല്ലാ ബർത്ത്ഡേക്കും. അങ്ങനെ ഒരാൾക്ക് നമ്മൾ ബർത്ത്ഡേ ചെയ്ത് കൊടുക്കുമ്പം, ബർത്ത്ഡേ കട്ടിങ് ഒക്കെ വെക്കുമ്പോൾ അതൊരു ടാസ്ക്കാണ്. ഇഷ്ടപ്പെടുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. മോളും ഉണ്ടായിരുന്നതുകൊണ്ട്, സിസ്റ്ററും കൂടെ ഉള്ളപ്പം അതൊരു വേറൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ അവൾ മാക്സിമം ഹെൽപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ. അപ്പോൾ ഷോപ്പിങ്ങിന് പോയത് ലണ്ടൻ ടാക്സി എടുത്തിട്ടാണ്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പോൾ ടാക്സി 24/7 ആണ് ഇവിടെ. അപ്പോൾ ആ ടാക്സി എടുത്തിട്ട് നമ്മൾ പോയിക്കഴിഞ്ഞാൽ, ഇവിടെ ടാക്സിയിൽ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബേബി ചെയർ അല്ല കാർ സീറ്റിൻ്റെ ആവശ്യം, ബേബി ചെയർ അല്ല കാർ സീറ്റിൻ്റെ ആവശ്യം ഇല്ല, പക്ഷേ ബക്കിൾ ചെയ്തിരുത്തണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ടാക്സിയിൽ പോകുന്നത്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തണം എന്ന് അവർ നമ്മൾ കോൾ ചെയ്യുമ്പോഴേ പറയും. നമ്മൾ വിളിക്കുമ്പോഴേ ഒരു വിത്തിൻ 5 minutes ടാക്സി വരും. സോ നമ്മളിപ്പോൾ എത്ര മിനിറ്റ് ട്രാവൽ ചെയ്യുന്നു എന്നനുസരിച്ചുള്ള ഒരു ചാർജസ് വരുന്നത് ഡിസ്റ്റൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ടാക്സി എടുത്തിട്ട്, യെല്ലോ ടാക്സിയാണ്, അപ്പോൾ അതെടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈടൻ ആദ്യം എഴുന്നേറ്റൊക്കെ നിന്ന് വെറും നേരം എഴുന്നേറ്റ് നിന്ന് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇരുത്തി ഇടയ്ക്ക് കാർട്ടൂണൊക്കെ കാണിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് പോയി. നമ്മൾ പോയത് ഓൾഡ് നേവിയിലേക്കായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പോയിട്ട് അച്ചാച്ചനെ ഒരു ഷോർട്സ് നോക്കി അവിടുന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ പിന്നെ അച്ചാച്ചന് ഒരു എല്ലാ ബ്രാൻഡ്സും ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ രണ്ടും കൂടെ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. കാരണം ഡ്രസ്സ് ആകുമ്പോൾ നമ്മൾ പോയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലും പോയി നമുക്ക് ഗിഫ്റ്റ് റെസീറ്റ് ഒരു 30 days വാങ്ങിച്ചു പോരാം. പക്ഷേ അച്ചാച്ചനെ സംബന്ധിച്ചിടത്തോളം അച്ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് ജാക്ക് ആൻഡ് ജോൺസ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ പോയത് ഇവിടെ അടുത്തുള്ള മേസൺവിൽ മാളിലാണ്. അവിടെ പോയിട്ട് നമ്മൾ ജാക്ക് ആൻഡ് ജോൺസിൽ പോയി. കളക്ഷൻ വളരെ ശോകമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ മിസ്സാക്കിയ ബ്രാൻഡുകളിലൊക്കെ പോകുമ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ടാണ് ഞാൻ കുറച്ച് ടീഷർട്ട്സും ഷോർട്ട്സും ഒക്കെ എടുത്തത്. ഞങ്ങൾ പോയ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. ഒരു 1 month ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ ഷോർട്ട്സിന് പക്ഷേ റിട്ടേൺ പോളിസി ഇല്ല, റിട്ടേൺ ഇല്ല, അതിന് എക്സ്ചേഞ്ച് ഒന്നും ഇല്ല. പക്ഷെ അല്ലാത്ത ഷർട്ട്സ്, ടീഷർട്ട്സ് അതിനൊക്കെ റിട്ടേൺ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പം എക്സ്ചേഞ്ച് ചെയ്ത് വേറെ സൈസിനുള്ളത് മേടിക്കുമായിരിക്കും. അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് റെസീറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മൾ KFC മോളിന് ഭയങ്കര നിർബന്ധം KFC കഴിക്കണമെന്ന്. കാനഡയിൽ വന്നിട്ട് എനിക്ക് KFC ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ്. കാരണം നമ്മുടെ നാട്ടിലെ അത്ര ക്രിസ്പി ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാനഡയിലെ KFC. പക്ഷേ നാട്ടിൽ നല്ല കാനഡയിലെ KFC ആണ് കമ്പാരിറ്റീവ്ലി നല്ലത്. പക്ഷേ അവൾ കഴിച്ചിട്ട് അവൾക്ക് കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ചിക്കൻ പോപ്കോൺ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊച്ചും ചെറുതായിട്ടൊക്കെ കഴിച്ചു. അതിന് ഫാസ്റ്റ് ഫുഡ് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ. പിന്നെ നമ്മൾ ടാക്സി എടുത്ത് തന്നെ നമ്മൾ വീട്ടിൽ വന്നു. പിന്നെയുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ നമ്മൾ ബാസ്കിൻ റോബിൻസിലായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ വേറെ അല്ലാത്ത നോർമൽ കേക്ക്, ഐസ് കേക്ക് അച്ചാച്ചന് ഇഷ്ടമല്ല. പക്ഷേ നോർമൽ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഇവരൊന്നും പിക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ 2 week മുന്നേ വിളിക്കുന്നുണ്ട്, പക്ഷേ ഇവർ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാസ്കിൻ റോബിൻസില്ല പറഞ്ഞത്. കുഞ്ഞിൻ്റെ കേക്ക് നമ്മൾ അവിടെയായിരുന്നു മുന്നേ ചെയ്തിരുന്നത്. അത് നല്ല കേക്കായിരുന്നു. ആ ഫ്ലേവർ ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഐസ് കേക്കാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ഐറ്റംസ് മേടിക്കുന്ന കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ, ബർത്ത്ഡേ എന്താ പറയുക, ആക്സസറീസൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ ഡോളറാമയിൽ നിന്നാണ്. അപ്പം അത് ഡോളർ സ്റ്റോറാണ്, $1+ സാധനങ്ങൾ. പക്ഷേ ഇപ്പോൾ വന്ന് $4, $5, $6 ആയിട്ടുണ്ട് മിക്ക സാധനങ്ങൾക്കും. പണ്ടൊക്കെ അതിൽ $2 ചേഞ്ച് അങ്ങനെയൊക്കെ മാക്സിമം നിൽക്കുള്ളായിരുന്നു നമ്മൾ മേടിക്കുന്ന സാധനം. ഇപ്പോൾ അതൊരു $4, $5 കുറഞ്ഞ പരിപാടികളൊന്നും ഇല്ല. $1 കഷ്ടിയാണ് നമ്മൾ കാണുന്നത്. എന്തൊന്നുമില്ല, $1 സാധനം അതിനകത്തില്ല. അപ്പം മറ്റുള്ള സ്റ്റോറുകളിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെയുള്ള റേഞ്ചിലുള്ള സാധനം $4-5 ഇപ്പോൾ മാക്സിമം. പക്ഷേ എന്നാലും ബർത്ത്ഡേ ഐറ്റംസ് നമുക്ക് നല്ല അഫോർഡബിൾ ചീപ്പായിട്ട് കിട്ടും. $1 to $5, $2.25 അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇത്തരം സാധനങ്ങൾ, സ്റ്റേഷനറി, ഇതുപോലെ ബർത്ത്ഡേ ആക്സസറീസ് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത് ഡോളറാമയിൽ നിന്നാണ്. പിന്നെ ചിലപ്പോൾ വല്ല ഈ
ചട്ടിപ്പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതിങ്ങനത്തെ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കും. അല്ലാതെ ഫുഡ്, കോസ്മെറ്റിക്സ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല പേഴ്സണലി. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഇതൊക്കെ നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ ബുക്സൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. സ്റ്റേഷനറി ഐറ്റംസ്, പേന, ബുക്ക്, പേപ്പറെല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സാധനം വാങ്ങിച്ചു, കേക്ക് വാങ്ങിച്ചു, തിരിച്ച് വീട്ടിൽ വന്നു. ഇതിനകത്ത് നമ്മൾ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ചാച്ചന് എനിക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ അച്ചാച്ചന് ബുക്കില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ ക്യാമറ എഡിറ്റിംഗ് ക്ലാസ്സസൊക്കെ എപ്പോഴും ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഫ്രീ ടൈമിൽ അച്ചാച്ചൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ബുക്കും കാര്യങ്ങളും ഒക്കെ, അത് അച്ചാച്ചൻ്റെ ഒരു പാഷനാണ്. ഇങ്ങനെ ഹീസ് എ ടൂൾ മേക്കർ. പക്ഷേ അച്ചാച്ചൻ്റെ ഫ്രീ ടൈമിൽ അച്ചാച്ചൻ ക്യാമറ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ, വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഫ്രീ ടൈമിൽ അച്ചാച്ചൻ ഇതുപോലെ കോഴ്സസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും അച്ചാച്ചൻ്റെ പേസിൽ. അപ്പം നോട്ട്സൊക്കെ എഴുതാനും, പിന്നെ അച്ചാച്ചൻ്റെ ഫ്രീലാൻസ് വർക്കും ഉണ്ട് ഒരു സൈഡിൽ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ നോട്ട്സ് വേണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ പിന്നെ മോളും ഇതിനകത്ത് ഒരു ഡയറി ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എനിക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് കെട്ടിയാൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ടാസ്ക്. അതിന് ഞാൻ ആദ്യം മേളത്തെ ഫ്ലോറിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എഡിറ്റിങ് ചെയ്യാനായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് വേണം, അതെവിടെ കിടക്കുന്നിട്ടൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയോ പറഞ്ഞ് താഴേക്ക് വിട്ടു. സോ 12 മണി ആകാൻ 10 മിനിറ്റുള്ളൂ. ഏടുക്കുട്ടൻ ഉറങ്ങിപ്പോയായിരുന്നു. അവനൊരു സ്കെഡ്യൂളുണ്ട്, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പിറ്റേ ദിവസം ഉറങ്ങാൻ ഭയങ്കര പാടായിരിക്കും ആ ഒരു സമയത്ത്. അതുകൊണ്ട് അവൻ നല്ല ഉറക്കം തൂങ്ങിയിരുന്നു. കുഞ്ഞിനെ ബുദ്ധിമുട്ടിച്ചില്ല, അവനെ കിടത്തി ഉറക്കി. പിന്നെ 12 മണിയാകുമ്പോൾ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. അച്ചാച്ചനത് എങ്ങനെ എന്താ പറയുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയാൻ മേല ബർത്ത്ഡേക്ക്. അപ്പോൾ ബലൂൺ വെക്കാനായിരുന്നു ഭയങ്കര പാട്. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധനം ഇരിക്കുന്നില്ല. എപ്പോഴും ഈ സാധനം താഴെ പോവും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. പിന്നെ കുറേ നേരം എടുത്ത് നമ്മൾ ഈ ബലൂണെല്ലാം ഒന്ന് വീർപ്പിച്ച് സെറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കും ഒരു 12 കഴിഞ്ഞു. പക്ഷെ എന്നാലും 12 കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ എനിക്കൊന്ന് 12:30 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു കേക്ക് മുറിച്ച്. സോ 12 കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളിരുന്നു. പിന്നെ നമ്മൾക്ക് താഴത്തെ ഫ്രിഡ്ജിലായിരുന്നു കൊണ്ട് കേക്ക് വെച്ചിരുന്നത്. അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടൊക്കെ വന്നു. ഇത് ഐസ് കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അലുത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് അച്ചാച്ചനെ വെൽക്കം ചെയ്യാനായിട്ട് പോയി. താഴെ നിന്ന് ഒരു വളരെ കഷ്ടപ്പെട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത്. അച്ചാച്ചൻ അറിയാം കേക്ക് മുറിക്കാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു വിധത്തിൽ വലിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസ് കേക്ക്, സ്ട്രോബെറി ചീസ് കേക്കാണ് പറഞ്ഞത്. പക്ഷേ കേക്ക് അടിപൊളിയായിരുന്നു, നല്ല കേക്കായിരുന്നു. അപ്പോൾ അവർ കഴിച്ചു. പക്ഷേ കഴിച്ച വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ എന്തായാലും സന്തോഷമായി. ജാക്ക് ആൻഡ് ജോൺസ് ആണെന്ന് കണ്ടപ്പോൾ കണ്ണങ്ങ് എന്താ പറയുക, അങ്ങ് മിഴിച്ചു വന്നു. ജാക്ക് ആൻഡ് ജോൺസ് ആണോ എനിക്ക് കൊണ്ടുവന്നത്? ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. പിന്നെ ബർത്ത്ഡേ കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ അങ്ങ് എൻഡ് ചെയ്തു. പിന്നെ മോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോള് കൊടുത്തതും ഈ പറഞ്ഞ പോലെ ഓൾ നേവിയിൽ നിന്നും ജാക്ക് ആൻഡ് ജോൺസിൽ നിന്നും മേടിച്ചത് ഞങ്ങൾ ഡിവൈഡ് ചെയ്യുമായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളതും എനിക്കിഷ്ടമുള്ളതും ഡിവൈഡ് ചെയ്താണ് കൊടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ എന്തായാലും അച്ചാച്ചൻ എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പം അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ അതും ഏകദേശം ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണോ എൻ്റെ പിറ്റേന്നാണ് ഇട്ടെന്ന് ഓർക്കുന്നില്ല. ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കണം മറക്കരുത്. അപ്പം എല്ലാവരും വളരെ സേഫായിട്ട് ടേക്ക് കെയർ ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് ഷോർട്സ്. ടേക്ക് കെയർ. ബൈ.